ഈ ഐറ്റംസൊക്കെ ഇന്ന് നമുക്ക് കൊറിയർ ചെയ്യാനുള്ളതാണ് കേട്ടോ, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റഫ്ഡ് ഡോയ്സിൻ്റെ പാറ്റേൺസിൽ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല മഴ ഉള്ള ദിവസമായിരുന്നു ഇന്ന്, പക്ഷെ എന്നാൽ പോലും ഒരു കുറവുള്ള നേരം നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തു. കർത്താവിനെ നോക്കിയിട്ട് ഒരു കുരിശും വരച്ചിട്ട് എത്തണ വരെ മഴ പെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് പോണ പോക്കാണ് കേട്ടോ. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല എൻ്റെ അനിയത്തിയുടെ കൂടിയാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോയി. ഉച്ചനേരം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് ഒരു ധാരണ. ഈ പോരണ പോക്കിൽ എനിക്കറിയില്ലായിരുന്നു ഒരു ചാലും കൂടി ഞാൻ വരേണ്ടി വരും കേട്ടാ. ഞാനത് പറയാട്ടാ. ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പരിചയമുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ചേച്ചി നല്ല ഭംഗിയുള്ളൊരു കവറൊക്കെ തന്നു. പേരും അഡ്രസ്സൊക്കെ എഴുതിക്കോ മോളെ, നമ്പർ എഴുതാൻ പ്രത്യേകം മറക്കല്ലേട്ടാന്നും പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞതനുസരിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ട് ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ട് അഡ്രസ്സ് എഴുതാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ നമുക്ക് അഡ്രസ്സൊക്കെ നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സ് നോക്കി അവർ പറഞ്ഞിരിക്കുന്ന നമ്പർ നോക്കി നമ്മളെല്ലാം എഴുതി ആ ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ചേച്ചി ഓക്കെ എല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് എന്താ ചേച്ചി പറയുന്നു, മോളെ നമ്പറിലൊരു വ്യത്യാസമുണ്ട്, ഈ നമ്പറൊന്ന് മാറ്റാൻ കേട്ടോ, ഇത് ഹസ്ബൻഡിൻ്റെ നമ്പറാണ്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എന്ന്. ഓക്കെ ചേച്ചി പേടിക്കണ്ടെന്നും പറഞ്ഞു, കാരണം കസ്റ്റമർ ആണല്ലോ നമുക്ക് മുഖ്യം. നമ്മൾ രണ്ടാമത് തിരിച്ചെത്തി മാറ്റി പിടിച്ചൊക്കെ ശരിയാക്കിയിട്ട് പിന്നെയും അയച്ചു കേട്ടാ ഓൾറെഡി. അപ്പോൾ ഇനി വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കണേ, അതിലെല്ലാം കൊടുത്തിട്ടുണ്ടേ.